ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 73ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. എല്ലാവരും ആയിട്ടില്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കമൻ്റ് ഇടുന്നവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോയാലോ. സ്റ്റോറി അപൂർണരാഗം തീരാറായി. ഈ സ്റ്റോറി ഏകദേശം തീരാറായിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. റൊമാൻസ് പോലും ആവാതെ തീർക്കാൻ പറ്റുമോ അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്. നിങ്ങളുടെ കമൻ്റല്ല, ഞാൻ അപൂർണരാഗത്തിൽ സ്റ്റോറി ലെങ്തി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് വായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ബിസിയിലാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപൂർണരാഗം ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അത് ഇനി മാറ്റാനൊന്നും പറ്റില്ല. റൂളിനെ ബ്രേക്ക് ചെയ്യണ പോലെ അത് യൂട്യൂബിൻ്റെ. സോ അത് കാരണം ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാർവതി ശിവദേവൻ കുറച്ച് ലെങ്തി പോസ്റ്റ് ചെയ്യണേ. അപ്പോൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാട്ടോ. ഒരുപാട് കഥ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. സ്കിപ്പ് ചെയ്തോ. അപ്പോൾ ശിവ പറ്റുന്നില്ലടാ, അവൾ അവനെ തള്ളി മാറ്റി കിതച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശിവ ഒരു പുഞ്ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പാർവണിയിൽ നിന്നും തനിക്കിനി ഒരു മോചനം ഉണ്ടാകില്ലെന്ന് ശിവയും സ്വയം മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു അത്. അവളെ ഇത്ര നേരം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്നു എന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ പാർവണ തല ഉയർത്തി ഒരു കള്ളച്ചിരിയോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. ശേഷം അവൻ്റെ മറുകിൽ പതിയെ കടിച്ചു. ഇങ്ങനെ കടിക്കാൻ മാത്രം എന്താടി നിനക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കണേ? ശിവ കഴുത്തിൽ തടവിക്കൊണ്ട് ചോദിച്ചു. നിന്റെ കഴുത്തിൽ ഈ മറുക്? അത് പറഞ്ഞ അവൾ റൂമിലേക്ക് ഓടി. റൂമിലെത്തിയ പാർവണ പതിയെ ശബ്ദമുണ്ടാക്കാതെ ശിവാനിയുടെ അടുത്ത് വന്ന് കിടന്നു. ശിവ രാവിലെ ഇവിടെ കിടക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് പാർവണ അങ്ങനെ ചെയ്തത്. പാർവണ ഇത്ര നേരം എവിടെയായിരുന്നു? ശിവാനി ഗൗരവത്തോടെ ചോദിച്ചു. അത് ഞാൻ രാമച്ചിൻ്റെ മുറിയിൽ, അവൾ വായിൽ വന്ന നുണ പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ. ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ പോയിരുന്നു, ആ സമയമായിരിക്കും ശിവാനി വന്നത്, അതാ കാണാതിരുന്ന്. അവളൊന്ന് തറപ്പിച്ച് മൂളിക്കൊണ്ട് കണ്ണടച്ച് കിടന്നു. പാർവണിയും തലവഴി ബോധപ്പെട്ട് തിരിഞ്ഞു കിടന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർത്ത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നാൽ മറുഭാഗത്ത് താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച കണ്ട ഷോക്കിലായിരുന്നു ശിവാനി. കുറച്ചു മുമ്പ് താൻ കണ്ട കാര്യം ഓർക്കുന്തോറും അവൾക്ക് പാർവണിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. കുറെ നേരമായിട്ടും പാർവണിയെ റൂമിലേക്ക് കാണാതിരുന്നപ്പോൾ അവളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ശിവാനി. രാമച്ചന്റെ മുറിയിൽ നോക്കിയെങ്കിലും അവൾ അവിടെ ഇല്ലാത്തതിനാൽ താഴെ കിച്ചണിലേക്ക് പോകുമ്പോഴാണ് ബാൽക്കണിയിൽ ആരോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. ആരാണെന്നറിയാൻ അവിടേക്ക് വന്ന ശിവാനി കണ്ടത് പാർവണിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ശിവയാണ്. മുന്നിലുള്ള കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ ശിവാനി ഒരു നിമിഷം തറഞ്ഞു നിന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചു മനസ്സിലിട്ട് നടന്നിരുന്ന പുരുഷൻ മറ്റവളുടെ കൂടെ, അത് അവൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അത് താൻ സഹോദരിയെ പോലെ ചേർത്ത് പിടിച്ച് നടന്നവളുടെ കൂടെ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ശിവാനിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ചുറപ്പിച്ച് നേരം വെളുക്കുവാനായി കാത്തിരുന്നു. റൂമിലേക്ക് വന്ന ശിവ പാർവണിയെ എല്ലായിടത്തും നോക്കിയെങ്കിലും കാണാനുണ്ടായിരുന്നില്ല. അവൾ ഇങ്ങനെ ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് ശിവ ചിരിയോടെ ബെഡിലേക്ക് കടന്നു. അതെ, ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്നു മുതലാണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലാവുന്നില്ല. എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നത് മുതൽ ഞാൻ പോലും അറിയാതെ എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ എന്നെയും അവളെയും വിധി കൂട്ടിച്ചേർത്ത പോലെയാണ് തോന്നുന്നത്. പക്ഷെ എൻ്റെ പ്രണയം അവളോട് പറയാൻ സമയമായിട്ടില്ല. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം നിനക്ക് മാത്രമാണ് നൽകാൻ കഴിയുക അനുരാഗ്. അതെല്ലാം ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും. ശിവ മനസ്സിൽ ഉറപ്പിച്ചു.
പാർവണ കുളി കഴിഞ്ഞ് റൂമിൽ വന്ന് തൻ്റെ ഡ്രസ്സുകൾ എല്ലാം കബോർഡിൽ ഒതുക്കി വെക്കുകയായിരുന്നു. അപ്പോഴാണ് ശിവാനി അവളുടെ റൂമിലേക്ക് വന്നത്. പാർവണ തിരക്കിലാണോ? അവൾ റൂമിനകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഇല്ല ശിവാനി, വരൂ. പാർവണ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ നേരെ പാർവണയുടെ അരികിലായി വന്നിരുന്നു. പാർവണ ഇവിടേക്ക് ഹോം നഴ്സായി വന്നിട്ട് എത്ര കാലമായി? അത് പിന്നെ 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും, അവൾ ചെറിയ പതർച്ചയോടെ പറഞ്ഞു. പാർവണ ഇവിടെ വരുന്നതിന് ശേഷമാണോ രാമച്ചന്റെ ഹെൽത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായത്? അതെ. ഇവിടുത്തെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആരെങ്കിലും പാർവണയ്ക്ക് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല ശിവാനി, എന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളോ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പലരും, അവൾ അർത്ഥം വെച്ച പോലെ പറഞ്ഞു. എന്താ നീ അങ്ങനെ പറഞ്ഞേ? ആരാ നീ വിചാരിക്കുന്ന പോലെ അല്ലാന്നോ ഇരിക്കണേ? ഒന്നുമില്ല പാർവണ, ഞാൻ വെറുതെ പറഞ്ഞു എന്നുണ്ടോ. പാർവണയ്ക്ക് ഇവിടെ 1 മാസം എത്ര രൂപയാണ് സാലറി? അതൊരു 20,000 ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ 30,000 രൂപയുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇന്ന് തന്നെ ഇവിടുത്തെ ജോലി മതിയാക്കി താൻ പോകണം. കയ്യിലുള്ള എൻവലപ്പ് പാർവണയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ശിവാനി പറഞ്ഞു. എന്താ? പാർവണ മനസ്സിലാവാതെ ബെഡിൽ നിന്ന് എണീറ്റുകൊണ്ട് ചോദിച്ചു. പാർവണ ഈ വീട്ടിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് പോകണമെന്ന്. ശിവാനി എന്തെങ്ങനെ പറയണേ? ഞാൻ എന്താ ചെയ്തേന്? താനെന്താ ചെയ്തെന്ന് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. തന്നെ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററായാണ് കണ്ടിരുന്നത്. പക്ഷെ തൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ നേരിട്ട് കണ്ടു. ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കത്തിന് എനിക്ക് താല്പര്യമില്ല. ഇത് വാങ്ങി പാർവണയ്ക്ക് ഇന്ന് തന്നെ ഇറങ്ങണം. അങ്ങനെ കാരണം അറിയാതെ ഞാൻ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല ശിവാനി. അത് മാത്രല്ല, എന്നെ വീട്ടിൽ കൊണ്ടുവന്ന ശിവസാറാണ്. അതുകൊണ്ട് സാറ് പറയാതെ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോവില്ല. നിനക്കെന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കണ്ണേട്ടന് ഈ വീട്ടിൽ നിന്ന് എന്നെ ഒരിക്കലും പറഞ്ഞു വിടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ളതാണല്ലോ. നിന്നെ കണ്ടപ്പോ എനിക്ക് ഒരു നല്ല കുട്ടിയായിട്ടാണ് തോന്നിയത്. പക്ഷെ നീ അതെല്ലാം തെറ്റിച്ചു. നിനക്ക് നാണല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭർത്താവ് ഉണ്ടായിട്ട് മറ്റൊരാളുടെ കൂടെ. ഛേ! ശിവാനി വെറുപ്പോടെ മുഖം തിരിച്ചു. ശിവാനി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എനിക്കറിയാം വാക്കുകൾ എങ്ങനെ ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അതിന് നീയായിട്ട് എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ് പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും പരിസരം മറന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കണത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അത് കേട്ടതും പാർവണ ഒന്ന് ഞെട്ടി. ശിവാനിയോട് എന്തു മറുപടി പറയണം എന്ന് പോലും അവൾക്ക് അറിയാതെയായി. ഇപ്പൊ എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ ഒരു നിമിഷം ഓർത്തോ? ഒരു വിഷമല്ലേ നിനക്ക്? പണക്കാരെ വീട്ടിൽ ഹോം നേഴ്സായി കയറിപ്പറ്റി അവിടെയുള്ള ആണുങ്ങളെ കറക്കിയെടുക്കുന്ന നിന്നെ വിളിക്കേണ്ട പേര് വേറെയാണ്. നിർത്തടി, എന്തറിഞ്ഞിട്ട് നീ പറയണേ? ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. അപ്പോഴേക്കും പാർവണിയുടെ സർവ്വ നിയന്ത്രണവും വിട്ടിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ കണ്ടതോ? നീയും കണ്ണേരനും തമ്മില്. ഛേ ശിവ, അവൻ എന്റെയാ. അവന് പൂർണ്ണ അധികാരവും അവകാശവും എനിക്കാണ്, എനിക്ക് മാത്രം. നിന്റെയോ? അത് പറയാൻ നിനക്കെന്താ അധികാരം? അത് പറഞ്ഞ ശിവാനി പാർവണിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഡി! അതൊരു അലർച്ചയായിരുന്നു. ആ ശബ്ദം കേട്ട് പാർവണിയും ശിവാനിയും ഒരേപോലെ ഞെട്ടി. തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ അരികിലേക്ക് നടന്നു വരുന്ന ശിവയെ കണ്ട് ശിവാനി ഒന്ന് ഭയന്നിരുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ട ശിവാനി നീ ഇവളുടെ മേൽ കൈവച്ചത്? ശിവ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ചോദിച്ചു. ഇവളെ തൊട്ടപ്പ കണ്ണേലിന് എന്താ പൊള്ളിയോ? ശിവാനിയും തിരികെ അതേ ദേഷ്യത്തിൽ ചോദിച്ചു. അതേടി, ഇവൾക്ക് വേദനിച്ച് എനിക്കും വേദനിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ ഇവൾ കണ്ണേരിന്റെ ആരാ? എന്നേക്കാൾ വലുതാണോ കണ്ണേരിന് ഇവള്? അവള് സംശയത്തോടെ ചോദിച്ചു. അതെ, ഈ ലോകത്ത് മറ്റാരേക്കാളും എനിക്ക് വലുത് ഇവൾ തന്നെയാണ്. നീ ചോദിച്ചില്ലേ ഇവൾ എന്റെ ആരാണെന്ന്? എന്നാ നീ കേട്ടോ, ഇവൾ എന്റെ ഭാര്യയാണ്. ശിവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ശിവാനി ഒരു നിമിഷം തറഞ്ഞു നിന്നു. സങ്കടമോ നിസ്സഹായഭാവമോ അങ്ങനെ എന്താണെന്ന് മനസ്സിലാകാതെ ഒരുപാട് ഭാവങ്ങൾ അവളുടെ മുഖത്ത് മിന്നി മറഞ്ഞു. അത് കണ്ട് പാർവണിക്ക് അവളെ ഓർത്ത് സങ്കടം തോന്നിയിരുന്നു. കണ്ണേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞേ? വിശ്വാസം വരാതെ അവൾ വീണ്ടും ചോദിച്ചു. പാർവണ ഞാൻ താലി കെട്ടി എന്റെ പെണ്ണാന്ന്.
അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ശിവാനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് ഓടി. പാറുണ എന്ത് ചെയ്യണമെന്നറിയാതെ കവിളത്ത് കൈവച്ച് അതേ നിൽപ്പ് നിൽക്കുകയായിരുന്നു. വേദനിച്ചോടി? ശിവ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവൾ നിറമിഴികളോടെ ഇല്ല എന്ന് തലയാട്ടി. അവളോട് അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു ശിവ. പിന്നെ നിന്നെ തല്ലിയത് കണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ അവളെ പൂവിട്ട് പൂജിക്കണോ? അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ ശിവ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പാറുണ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ അവനൊന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് പോയി. പാറുണ ഒന്നും മനസ്സിലാവാതെ ബെഡിലേക്ക് ഇരുന്നു. ശിവാനി 2-3 ദിവസം കൂടെ ഇവിടെ കാണുന്നല്ലേ പറഞ്ഞേ, പിന്നെന്ത് ഇത്ര പെട്ടെന്ന് പോവാനൊരു തീരുമാനം? ബാഗ് പാക്ക് ചെയ്യുന്ന ശിവാനിയോട് രേവതി ചോദിച്ചു. എനിക്ക് ഉടൻ തന്നെ പോണം ഇവിടെന്ന്. മമ്മി വിളിച്ചിരുന്നു, വേഗം അവിടേക്ക് വരാൻ പറഞ്ഞു. താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? റിയ മോളെ ഒന്ന് റെഡിയാക്കുവോ? അവൾ അപേക്ഷാപൂർവ്വം ചോദിച്ചു. അത് കേട്ട രേവതി വേഗം തന്നെ റിയ മോളെ റെഡിയാക്കാൻ തുടങ്ങി. ഡ്രസ്സെല്ലാം മാറ്റി മോളെ റെഡിയാക്കി കൊണ്ടുവന്നാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും. അത് പറഞ്ഞ് അവൾ ട്രോളി ബാഗും വലിച്ച് ശിവാനി പുറത്തേക്ക് ഇറങ്ങി. അവൾ നേരെ പോയത് പാർവണയുടെ റൂമിലേക്കായിരുന്നു. അവൾ ചെല്ലുമ്പോൾ പാർവണ ബെഡിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ട് അവൾ ഡോർ നോക്ക് ചെയ്തു. സോറി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അത്രമാത്രം പറഞ്ഞ് അവൾ തിരികെ പോയി. പാർവണയ്ക്ക് മനസ്സിലെന്തോ ഒരു കുറ്റബോധം തോന്നിയിരുന്നു. ശിവാനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് വീട് മുഴുവൻ ഫോൺ കോളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരുന്നു. ശിവയുടെ വിവാഹക്കാര്യം അറിഞ്ഞ അവൻ്റെ വീട്ടുകാരുടെ വിളികളായിരുന്നു എല്ലാം. എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ ദേവയും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. ശിവ, നിനക്കൊരു കോളുണ്ട്. അത് പറഞ്ഞ ദേവ തൻ്റെ കയ്യിലുള്ള ഫോൺ ശിവയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ശിവ സംശയത്തോടെ ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ. ഇന്നലെ വരെ എൻ്റെ മകനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് അഭിമാനമായിരുന്നു ഉണ്ടായിരുന്നേ. സ്നേഹിച്ചു പെണ്ണ് തന്നെ വിട്ടുപോയിട്ട് അവൾക്ക് വേണ്ടി നീ കാത്തിരുന്നെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ എൻ്റെ വിശ്വാസത്തെ നീ ഇല്ലാതാക്കി. പകരം ഇന്നലെ കണ്ട ഒരുത്തിയെ ആരോടും പറയാതെ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇതാണോ നിനക്ക് സത്യയോടുള്ള സ്നേഹവും പ്രണയവും? ഇതിനു വേണ്ടിയായിരുന്നോ അവള്? മതി, നിർത്ത്. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കേൾക്കണ്ട. 2-3 വർഷം മുമ്പ് നിങ്ങൾ തന്നെയല്ലേ അവളെ രാമച്ചനെ അപമാനിച്ചു വിട്ടത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളെ നഷ്ടമായതും. നഷ്ടങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോ എനിക്ക് മാത്രമാണ് എല്ലാം ഇല്ലാതായത്. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതമാണ്, അത് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും, അതും എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ. അതിൽ അഭിപ്രായം പറയാൻ നിങ്ങൾ വരണ്ട. ഇത്രയും കാലം ഈ അന്വേഷിക്കലൊന്നും ഉണ്ടായില്ലല്ലോ, അപ്പൊ ഇനിയും വേണ്ട. ശിവ ദേഷ്യത്തോടെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ശിവയും പാർവണിയും ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചുപോയി. രാവിലത്തെ ആ സംഭവത്തിന് ശേഷം പാർവണിയുടെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ ഒന്നും മിണ്ടാതെ കഴിച്ചെണീറ്റ് പോവുക മാത്രമാണ് ചെയ്തത്. രാത്രി കുറെ നേരമായിട്ടും പാർവണിയെ മുറിയിലേക്ക് കാണാതിരുന്നപ്പോൾ അവളെ നോക്കി ശിവ താഴേക്ക് വന്നു. പാർവണ TV ഓൺ ചെയ്ത് സോഫയിൽ ഇരിക്കുകയാണ്. TV-യിലാണ് നോക്കുന്നതെങ്കിലും അവളുടെ ചിന്തകൾ ശിവാനിയെ കുറിച്ചായിരുന്നു. എന്നെ പോലെ അവള് ശിവയെ സ്നേഹിച്ചിരുന്നല്ലേ? അപ്പോൾ അത്രയും സ്നേഹിച്ചിട്ടും അയാളെ നഷ്ടപ്പെടുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും. അതും എല്ലാവരും കൂടെ തന്നെ പറ്റിച്ചു എന്നറിയുമ്പോൾ അവളുടെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവില്ലേ? ഡി, നീ കിടക്കുന്നില്ലേ? ശിവയുടെ വിളിയാണ് അവളെ ചിന്തയിൽ നിന്ന് ഉയർത്തിയത്. ആ, ദാ വരുന്നു. അത് പറഞ്ഞ് അവൾ TV ഓഫ് ചെയ്ത് റൂമിലേക്ക് നടന്നു. അവളുടെ പിന്നാലെ ശിവയും. റൂമിലെത്തിയ ശിവ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി. അവൻ തിരികെ ഇറങ്ങുമ്പോൾ അവൾ കൈകൾ കെട്ടി ബെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുകയായിരുന്നു. എന്തോ ആലോചിക്കുകയാണ് പാർവണ. എന്താ എത്രമാത്രം ആലോചന? ശിവ അവളുടെ അരികിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. ശിവ, ഇനിയെങ്കിലും പറ, ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് പറയുമ്പോൾ അവളുടെ സ്വരവും ഇടറിയിരുന്നു. എന്നാൽ ശിവ ഒന്നും മിണ്ടാതെ എണീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. ശേഷം പാർവണിയുടെ അരികിൽ വന്ന്
അരയിൽ കെട്ടിവെച്ചിരിക്കുന്ന അവളുടെ കൈകൾ എടുത്തു മാറ്റി അവളെ ബെഡിലേക്ക് കിടത്തി. ശേഷം അവൻ ബെഡിലേക്ക് കിടന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? ടീ അമ്മോ മുച്ചോ? എന്ത്? മനസ്സിലാവാതെ ചോദിച്ചു അവള്. ടീ അമ്മോ മൂച്ചോന്ന് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് മനസ്സിലായില്ല. അത് നീ ഇപ്പം മനസ്സിലാക്കണ്ട, സമയമാകുമ്പോൾ ഞാൻ പറയാം. അത് പറഞ്ഞ ശിവ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. ചില ട്വിസ്റ്റുകളായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.